നമസ്കാരം. ഇന്ന് നിൽക്കുന്നത് കൊച്ചി അതിപുരാതനമായ ചെമ്പിട്ടാപ്പള്ളിയിലാണ്. 1520-നും 1540-നും മധ്യ പണിതിട്ടുള്ള ഇത് കേരളത്തിലെ ഏറ്റവും പഴയ മുസ്ലിം പള്ളികളിൽ ഒന്നാണ്. കേരളത്തിന്റെ പരമ്പരാഗതമായ വാസ്തുവിദ്യയിൽ പണിതിരിക്കുന്ന ഈ പള്ളി ഒരു സംരക്ഷിത പൈതൃക മന്ദിരം കൂടിയാണ്. AD 1520-ൽ മട്ടാഞ്ചേരിയിലെ കൊച്ചങ്ങാടി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഇത് കൊച്ചിയിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിൽ ഒന്നാണ്. കൊച്ചി രാജാവ് ഒരു പള്ളി പണിന് ഈ സ്ഥലം സമ്മാനമായി നൽകി. ലക്ഷദ്വീപിലെ കവരത്തി സ്വദേശിയായ സയ്യിദ് മൗലാന ബുഖാരി തങ്ങളാണ് 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ അറിയപ്പെടുന്ന രണ്ടാമത്തെ പുനർനിർമ്മാണത്തിന് പിന്നിലെ പ്രധാന വ്യക്തി. ചെമ്പ് എന്നർത്ഥം വരുന്ന ചെമ്പ് എന്ന മലയാള പദത്തിൽ നിന്നാണ് ചെമ്പിട്ടാപ്പള്ളി എന്ന പേര് വന്നത്. പള്ളിയുടെ പുറം മേൽക്കൂര ചെമ്പ് ഷീറ്റുകൾ കൊണ്ട് നിരത്തിയിരിക്കുന്നു. അതിനാൽ പള്ളിക്ക് അതിന്റെ പ്രത്യേക സവിശേഷതയിൽ നിന്നാണ് ആ പേര് ലഭിച്ചത്. നൈന എന്ന മുസ്ലിം സമൂഹം ചെമ്പിട്ടാപ്പള്ളിയുമായി അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. നൈനമാർ ഈ പള്ളി പ്രാർത്ഥിക്കുന്നു. പള്ളിയുടെ പ്രവർത്തനത്തിൽ അവർക്ക് പ്രത്യേക അവകാശങ്ങളുണ്ട്. തീർച്ചയായും മട്ടാഞ്ചേരി വിസിറ്റ് ചെയ്യുന്നവർ കണ്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ചെമ്പിട്ടാപ്പള്ളി.